ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള 1.5 മാസത്തെ പരസ്യ പ്രചാരണം അവസാനിച്ചു. കൊട്ടിക്കലാശം ഗംഭീരമാക്കി മുന്നണികൾ. ഇനി നിശബ്ദ പ്രചരണം. മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലെത്തും. ചൂടേറിയ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്കും വിവാദങ്ങൾക്കും അവസാനം കുറിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ കേരളത്തിലെ കൊട്ടിക്കലാശം ഗംഭീരമാക്കി മുന്നണികൾ. വൈകിട്ട് 6 മണിയോടെയാണ് പരസ്യപ്രചാരണത്തിന് കൊടിയിറങ്ങിയത്. 1.5 മാസത്തിലധികം നീണ്ട പ്രചരണത്തിനൊടുവിലാണ് കേരളം പോളിംഗ് ബൂത്തിലെത്തുന്നത്. സംസ്ഥാന ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾക്കൊപ്പം പ്രാദേശിക പ്രശ്നങ്ങളും സിറ്റിംഗ് എംപിമാരുടെ പ്രകടനങ്ങളുമെല്ലാം പ്രചരണ സമയത്ത് വിഷയങ്ങളായി. കേരളത്തിൽ 2020 വിജയമാണ് UDF അവകാശപ്പെടുന്നത്. കഴിഞ്ഞ തവണ കൂടെ നിൽക്കാത്ത ആലപ്പുഴ കൂടി ഒപ്പം നിർത്തുമെന്ന് പറയുന്ന വലതുമുന്നണി നേതൃത്വം തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. എന്നാൽ 2019 ആവർത്തിക്കില്ലെന്നും പകരം 2004-ലേതുപോലെയുള്ള മികച്ച വിജയം ഇടതുമുന്നണി നേടുമെന്നും LDF നേതൃത്വം പറയുന്നു. സംസ്ഥാന മന്ത്രിസഭയിലെ സീനിയർ മന്ത്രി, CPM പോളിറ്റ് ബ്യൂറോ അംഗം, ജില്ലാ സെക്രട്ടറിമാർ, MLA ഉൾപ്പെടുന്ന ജനപ്രതിനിധികളെയും കളത്തിലിറക്കിയ ഇടതുമുന്നണി സംഘടനാ സംവിധാനത്തിന്റെ കരുത്തിൽ പ്രചരണത്തിൽ ഏറെ മുന്നേറിയിരുന്നു. ദേശീയ ജനാധിപത്യ സഖ്യമാകട്ടെ സാക്ഷാൽ പ്രധാനമന്ത്രിയെ തന്നെ കേരളത്തിൽ നിരന്തരം പ്രചരണത്തിനെത്തിച്ച് അക്കൗണ്ട് തുറക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് ശതമാനത്തിലെ വർധനവ് നിലനിർത്തുന്നതിനൊപ്പം A ക്ലാസ് മണ്ഡലങ്ങളിലെ വിജയത്തിനായുള്ള പരിശ്രമങ്ങളും സജീവമായി നടത്തുന്നു. ഇന്ന് വൈകിട്ട് 6 മണിക്ക് പരസ്യപ്രചരണത്തിന് സമാപനമാകുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് മുന്നണികൾ. ഇനിയുള്ള 48 മണിക്കൂർ നിശബ്ദമായി മുന്നണികൾ വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാകും. വെള്ളിയാഴ്ചയാണ് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ്. പരസ്യപ്രചാരണത്തിന്റെ കൊട്ടിക്കലാശമായി മണ്ഡലങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം പാർട്ടികളുടെ പ്രകടനങ്ങളും റോഡ് ഷോകളും അരങ്ങേറിയിരുന്നു. മേഖലയിൽ കാര്യമായ അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പൊളിറ്റിക്കൽ ഡെസ്ക് CCTV.